മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഴീക്കോട് പൂതപ്പാറ സ്വാതന്ത്ര്യ വയോജന സദനത്തിൽ മേഴ്സി രവി അനുസ്മരണവും അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായുള്ള ഓണക്കോടി വിതരണവും നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. നേതൃത്വത്തിലാണ് മേഴ്സി ചേച്ചിയെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഒരു ആചാര അനുഷ്ഠാനബോധത്തോടെ നടത്തുന്ന ഒരു ചടങ്ങേക്കാണ്. മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയാം. എനിക്ക് മേഴ്സിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അത് പറഞ്ഞു വിദ്യാഭ്യാസ ജീവിത കാര്യങ്ങൾ യേശുവിന്റെ ഭാരവാഹിയായി എറണാകുളത്ത് താമസിക്കുന്ന കാലത്ത് വരാജിയും താമസിക്കും. യൂത്ത് കോൺഗ്രസ് ഓഫീസ്, അവിടുത്തെ താമസം, അവിടുത്തെ ജീവിതം, ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു അമൂല്യമായ രാഷ്ട്രീയ വിചാരത്തിന്റെ ഭാഗമാണ്. ആ കാലഘട്ടങ്ങളിലെ പോലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു പാർട്ടി നടക്കുന്നുണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. അത് ആ കാലഘട്ടത്തിന്റെ വിശേഷതയായിരിക്കാം. പറഞ്ഞില്ലേ, വയലാർജി മേഴ്സിയുമായിട്ടുള്ള പ്രണയത്തിന്റെ ഒരുപാട് ദൃശ്യസാക്ഷ്യത്തിന് ഞാനൊരാണ്. രാവിലെ ചർച്ചയിലേക്ക് പോകണം, അങ്ങനെ വണ്ടിയുമായി സഞ്ചരിക്കുന്നു. അവരുടെ സംഗമത്തിന് ഇവിടം വരെ സഞ്ചരിച്ച് ആ കാറിലേക്ക് കയറ്റി കൊടുക്കുന്നു. വ്യക്തി പറഞ്ഞതുപോലെ ആ സഞ്ചാരത്തിനും ആ ചടങ്ങിനുമൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരു എളിയ സഹപ്രവർത്തകൻ. വയലാജിയെ പോലെ തന്നെ എല്ലാ സഹപ്രവർത്തകരോടും മേഴ്സി ചേച്ചി എല്ലാവർക്കും മേഴ്സി ചേച്ചിയെ മേഴ്സി ചേച്ചിയുടെ സ്നേഹസ്പർശവും ഉപദേശ നിർദ്ദേശങ്ങളും ആക്കിയും എല്ലാം എല്ലാവർക്കും ഒരു അനുഭൂതിയായിരുന്നു. മേഴ്സി ചേച്ചി രണ്ട് ചീത്ത വിളിക്കുന്നത് സന്തോഷകരമാണ്. നല്ല വാക്ക് പറയുന്നത് മാത്രമല്ല, ഒന്ന് ശാസിക്കുക, ഒന്ന് അടിക്കാൻ നോക്കുക എന്ന് പറയുന്നത് അതും ഒരു അനുഭൂതിയായി. ആ വിളിക്കാൻ ബന്ധം. മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയലാർജിയുടെ ഫാമിലിയും മന്ത്രിയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് നീണ്ട വർഷം എനിക്ക് അനുഭവപ്പെട്ടതാണ്. മേഴ്സി ചേച്ചിയും വയലാർജിയും എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമത്തിലായിരുന്നു എന്ന് എല്ലാവർക്കും വായിച്ചറിഞ്ഞിട്ടുണ്ടാവും. കഠിന പ്രേമത്തിലായിരുന്നു. മേഴ്സി ചേച്ചി ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ അറിയപ്പെടുന്ന എറണാകുളത്തെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു കുടുംബാംഗം. വയലാർജി ഒരു ഈഴവ സമുദായ ആലപ്പുഴയിലുള്ള ദേവകി കൃഷ്ണന്റെയും മകനായി കോളേജിൽ വിലസി നടക്കുന്ന KSUവിന്റെ വിലസി നടക്കുന്ന പ്രായം. ആ കല്യാണം ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അതിൽ സാക്ഷി ഒപ്പിട്ട ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സർ. അന്നേരം തന്നെ നമുക്കറിയാം, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷി ഒപ്പിടേണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടയും ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളുകളെയാണ് ഈ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുന്ന കല്യാണത്തിൽ ഒപ്പിടിപ്പിക്കുക, അല്ലേ? ശരിയല്ലേ? അന്നേരം അത്രയും ബന്ധമുണ്ട്. ബാലകൃഷ്ണൻ, രാജീവ് പുത്തലത്ത്, ബിജു ഉമ്മർ, TK അജിത് കുമാർ, സാന്ത്വനം സെക്രട്ടറി രവീന്ദ്രൻ, P വിനോദ്, ഹംസ ഹാജി, K രൂപേഷ്, KP ജോഷിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കോടി വിതരണത്തിന് ശേഷം ഓണസദ്യയും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ മാസം 29-നാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം ആരംഭിച്ചത്. 1000-ലധികം ഓണക്കോടികളാണ് ഇത്തവണയും കണ്ണൂരിലെ അഗതി അനാഥ മന്ദിരങ്ങൾ കേന്ദ്രീകരിച്ച് നൽകിയത്. 2009-ലാണ് മേഴ്സി രവിയുടെ സ്മരണാർത്ഥം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതി തുടങ്ങിയത്. ബ്രൈറ്റ് മെഡിക്കൽസ്, ആദിത്യ ടവർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം, കളക്ട്രേറ്റ് റോഡ്,